ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ബിഗിനേഴ്സിനും അതുപോലെ തന്നെ ചിത്രം വരയ്ക്കുന്ന എല്ലാവർക്കും ഒരുപോലെ ഉപയോഗപ്രദമായ വീഡിയോ ആണ്. നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് മെയിനായിട്ട് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സ്കെയിൽ വേണം, അതുപോലെ ഒരു നോർമൽ പെൻസിൽ വേണം, ഒരു 2B ഒരു 6B പെൻസിൽ വേണം, പിന്നെ ഒരു നൈഫും വേണം. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമ്മൾ ഒരു ചിത്രം വരയ്ക്കുമ്പോൾ ആ ചിത്രത്തിൻ്റെ ഡയറക്ഷനാണ് കൊടുക്കാറുള്ളത്. അതായത് ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്ന അതായത് മെയിൻ ക്യാരക്ടർ അതെവിടെ വരും എന്നാണ് നോക്കുന്നത്. അപ്പോൾ നമ്മളൊരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ 4 വശങ്ങളിലും തുല്യമായിട്ടൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മളൊരു ചിത്രം വരയ്ക്കാറുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചിത്രം വരച്ച് കാണിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രീ ആണ്. ഒരു മരം വരച്ചിട്ട് ഒരു സിമ്പിൾ ഷെയ്ഡ് എങ്ങനെ ചെയ്യാമെന്നും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ നമുക്ക് അത് ചിത്രം ഒരു പേപ്പറിൽ കൊണ്ടുവരാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 4 സൈഡിലും കുറേ സ്പേസ് വിട്ടതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട്, അതായത് നമ്മൾ ഒരു ചിത്രമാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതിന് നല്ല പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ അത് അതിൻ്റെ സെൻറ്ററിൽ, അതായത് പേപ്പറിൻ്റെ സെൻറ്ററായിട്ട് തന്നെ വരയ്ക്കുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ ഏത് ചിത്രം വരച്ചാലും, പോർട്രേറ്റ് വരച്ചാലും, ലാൻഡ്സ്കേപ്പ് വരച്ചാലും നമ്മൾ ഇതേ മെത്തേഡാണ് ചെയ്യുന്നത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ വരയ്ക്കുന്നുണ്ട്. ആദ്യം എല്ലാ വീട്ടിലും പറയും പോലെ തന്നെ ഔട്ട്ലൈൻ ചെയ്യുന്നുണ്ട്. ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ നീറ്റ് ലൈനൊന്നും ഇടേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കാഷ്വലായിട്ട് വരച്ചിടണം. അതുപോലെ തന്നെ ഇലകളുടെ ഷേപ്പൊന്നും ഇപ്പം വരയ്ക്കുന്നില്ല. ഇലകളൊക്കെ എവിടെ വരും എന്ന് മാത്രം ജസ്റ്റ് നമ്മൾ അടയാളപ്പെടുത്തി ഇടുന്നുണ്ട്. ഓക്കെ, എല്ലാവരും പൂർണ്ണമായിട്ട് തന്നെ വീഡിയോ കാണാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്ന പല ടിപ്സുകൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉപയോഗപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ടൊരു ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിപ്പോൾ സിമ്പിൾ ഷെയ്ഡിങ്ങാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലെൻഡിങ്ങോ അല്ലെങ്കിൽ റിയലിസ്റ്റിക് ആയിട്ടോ ഒന്നുമല്ല. നമ്മൾ സിമ്പിളായിട്ട് ലൈൻ ഷെയ്ഡാണ് ചെയ്യുന്നത്. അതായത് 45 ഡിഗ്രിയിൽ എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്ന് നോക്കുന്നത്. അപ്പോൾ സ്ക്രീനിൽ കാണിച്ച പോലെ തന്നെയുള്ള ഷെയ്ഡാണ് ചെയ്യുന്നത്. അതായത് താഴെ നിന്ന് മുകളിലോട്ട് 45 ഡിഗ്രി ചരിവിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ വരച്ച് വയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ചിത്രം വരയ്ക്കുമ്പോൾ ഒരു സൈഡ് ഡാർക്കും ഒരു സൈഡ് ലൈറ്റും ആയിട്ടാണ് വരയ്ക്കുന്നത്. അതായത് പ്രകാശം അടയ്ക്കുന്ന സൈഡ് ലൈറ്റായിട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മൾ ഡാർക്കായിട്ടും വരയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ഡാർക്ക് വരുന്ന സൈഡൊന്ന് വരച്ച് വയ്ക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ മരത്തിൽ വരുന്ന ചുളുക്കുകളും അതെല്ലാം ഒന്ന് അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ അതേപോലെ തന്നെ 6B പെൻസിൽ എടുത്തതിന് ശേഷം ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. 45 ഡിഗ്രിയിൽ തന്നെ മുകളിലോട്ട് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഡാർക്ക് വരുന്ന സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, അതായത് ലൈറ്റ് വരുന്ന ഭാഗത്തേക്ക് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഏത് ചിത്രം വരച്ചാലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചിത്രം വരയ്ക്കുമ്പോൾ ഒരു സൈഡ് ഡാർക്കായിട്ടും ഒരു സൈഡ് ലൈറ്റായിട്ടും തന്നെ വരയ്ക്കണം. അപ്പോൾ മാത്രമേ അതിനൊരു റിയൽ ഫീൽ ഉണ്ടാകത്തുള്ളൂ. നമ്മൾ മുഴുവനായിട്ട് എപ്പോഴും ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ മരത്തിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ അതേപോലെ തന്നെ 45 ഡിഗ്രിയിൽ ലൈൻ ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഡാർക്കും അതുപോലെ റൈറ്റ് സൈഡിൽ ലൈറ്റും ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ടാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ താഴെ വരെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ഡാർക്ക് കൊടുത്തു എന്ന് കഴിഞ്ഞ് റൈറ്റ് സൈഡിൽ പൂർണ്ണമായിട്ടും വൈറ്റ് ഇടാൻ പാടില്ല. നമ്മൾ ചെറിയ ചെറിയ ഷെയ്ഡുകൾ, അതായത് ഇപ്പോൾ 2B എന്തെങ്കിലും ലൈറ്റായിട്ടുള്ള ഷെയ്ഡുകൾ നമ്മൾ ഉൾപ്പെടുത്തണം. ഓക്കെ, വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇല എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്നാണ് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇലയുടെ സ്ട്രക്ചർ വരയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ സ്ട്രക്ചർ വരച്ചെടുക്കാം. അതിപ്പോൾ നമ്മളൊരു പൂ വരയ്ക്കത്തില്ലേ, ഒരു ഫ്ലവർ വരയ്ക്കുന്ന രീതിയിലാണ് നമ്മൾ ഇല വരയ്ക്കാൻ പോകുന്നത്. അതിപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണും പോലെ തന്നെ ഒരു പൂ എങ്ങനെയുണ്ടോ അതേ മെത്തേഡിൽ നമുക്ക് ഇല വരയ്ക്കാവുന്നതാണ്. നമ്മളിപ്പോൾ സ്ക്രീനിൽ ഞാൻ കാണിച്ച കാര്യം തന്നെ നമ്മൾ മരത്തിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ താഴെ വശം അല്പം വലുതായിട്ടാണ്, അതിൻ്റെ നേരെ ചെറുതായിട്ട് ആ മരത്തിന് യോജിക്കുന്ന സൈസിൽ നമ്മൾ അതിൽ കണക്ട് ചെയ്യുക അതിനെ. ഓക്കെ, അപ്പോൾ ഫുള്ളായിട്ട് നമ്മളിത് വരയ്ക്കുന്നുണ്ട്, ഫുള്ളായിട്ട് വരച്ച് വിടുന്നുണ്ട്. എവിടെയൊക്കെയാണോ ഇല വരുന്നത് അവിടെയെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ടും വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ വരച്ച് വിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലായിടും ഇതേ ഡാർക്കിൽ വരയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ടോപ്പിൽ, അതായത് ഏറ്റവും മുകൾ ഭാഗത്തും അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും ഇപ്പോൾ അല്പം ലൈറ്റിൽ തന്നെ വരയ്ക്കണം. കാരണം അവിടെ അത്രയും പ്രകാശം അടിക്കുന്ന ഭാഗങ്ങളാണ്, അതായത് കൂടുതൽ പ്രകാശം മുകളിൽ നിന്ന് സൂര്യൻ്റെ പ്രകാശം അടിക്കുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ട് സൈഡും, അതായത് രണ്ട് സൈഡും ഒരേപോലെ ചെയ്യാതെ ഇപ്പോൾ റൈറ്റ് സൈഡും അതുപോലെ തന്നെ മുകൾ ഭാഗവും അല്പം ലൈറ്റായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ലൈറ്റായിട്ട് ചെയ്യുന്ന ഭാഗത്ത് നോർമൽ പെൻസിലോ അല്ലെങ്കിൽ 2B എന്തെങ്കിലും ഉപയോഗിച്ച് HB ആയാലും ഉപയോഗിക്കാം. നമ്മൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയതിനു ശേഷം നമ്മളെങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാമെന്നാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ മരത്തിൻ്റെ ഇലയും അതുപോലെ തടിയും വരുന്ന ഭാഗത്ത്
അല്പം ഡാർക്ക് കൂട്ടി ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടെ ഷെയ്ഡ് വീഴും, തീർച്ചയായിട്ടും അവിടെ ഒരു നിഴൽ വീഴും. അതുകൊണ്ട് തന്നെയാണ് അവിടെ ഡാർക്കായിട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഒരു പടത്തിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും ആ പടത്തിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കും, നല്ലൊരു അട്രാക്ഷൻ കൂട്ടാനും അത് സഹായിക്കും. അതുകൊണ്ട് നമ്മൾ അതൊന്ന് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ എവിടെയാണോ ഡാർക്ക് വെച്ചത് ആ സൈഡിൽ കുറച്ചുകൂടി ഡാർക്ക് ആക്കുന്നുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ ആ ചിത്രം കാണുന്നതിനനുസരിച്ചാണ്. നമുക്ക് ഡാർക്ക് ആക്കണമെന്ന് തോന്നുമെങ്കിൽ മാത്രം നമ്മൾ ഒന്നുകൂടെ ഒന്ന് ഡാർക്ക് ആക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഷെയ്ഡാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇലയുടെ സ്ട്രക്ചർ വരച്ച ഭാഗത്തിന് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഷെയ്ഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ 45 തന്നെയാണ്. അതായത് ഷെയ്ഡുള്ള സ്പേസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫ്ലവറിൻ്റെ മോഡലിൽ വരച്ചില്ലേ ഇല, അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഗ്യാപ്പുകൾ വരും. അവിടെയെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 45 ഡിഗ്രിയിൽ നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഏറ്റവും ടോപ്പിലും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ലൈറ്റ് വരും എന്ന് പറഞ്ഞ് ഒഴിവാക്കിയ സ്പേസിലും നമ്മൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഇതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ട്യൂട്ടോറിയൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുൻപ്. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും പോയി കാണുക. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ഡാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഡാർക്കും ലൈറ്റും നമ്മൾ നോക്കുക. അപ്പോൾ മുകളിലുള്ള ഭാഗം, അതായത് സൂര്യപ്രകാശം അടിക്കുന്ന ഭാഗവും അതുപോലെ നമ്മൾ റൈറ്റ് സൈഡിൽ ലൈറ്റ് വരുമെന്ന് പറഞ്ഞ് ഒഴിവാക്കിയ ഭാഗവും നമ്മൾ ഡാർക്ക് ചെയ്തിരിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ചെയ്യുന്ന ഈ നിഴൽ വരുന്ന ഭാഗമാണ്. അതായത് ഇപ്പോൾ മരത്തിൻ്റെ നിഴൽ വന്ന് ഡാർക്കായി കിടക്കുന്ന ഇലകളാണ് നമ്മൾ വരയ്ക്കുന്നത്. മരവും ഇലയും കൂടെ ചേരുന്ന ഭാഗങ്ങളിൽ ആ ഡാർക്ക് വരയ്ക്കുന്നത്. അതുപോലെ തന്നെ ഇടയ്ക്ക് ഭാഗങ്ങളിൽ നമ്മളിപ്പോൾ ഡാർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്ക് ഭാഗങ്ങളിൽ ഡാർക്കായ ഇലകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ ഡാർക്ക് ആഡ് ചെയ്യുക. അതായത് ഇപ്പോൾ നമുക്ക് ഡാർക്ക് ആവശ്യമാണെങ്കിൽ എവിടെയൊക്കെയാണ് ഡാർക്ക് വേണ്ടത് അവിടെയെല്ലാം നമ്മളൊന്ന് ആഡ് ചെയ്യുക. അതിപ്പോൾ നമ്മളൊരു പടം വരച്ച് തീരാറാവുമ്പോൾ, അതായത് ഒരു ചിത്രം വരച്ച് തീരാറാവുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും എവിടെയൊക്കെ ഡാർക്ക് വേണം. ഡാർക്ക് ആവശ്യമാണെങ്കിൽ മാത്രം ഡാർക്ക് ആഡ് ചെയ്യുക. ഓവർ ഡാർക്കും ചിത്രത്തിന് ദോഷമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാവുന്ന നമ്മളെ ചിത്രം ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കുറച്ച് ഭൂമിയിൽ വരുന്ന കാര്യങ്ങൾ വരയ്ക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളിപ്പോൾ ചിത്രം നിൽക്കുന്ന ഒരു ഭൂമിയിൽ പതിഞ്ഞ് നിൽക്കുന്ന ഒരു സാധനമാണ് നമ്മൾ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂമിയിൽ തട്ടിയിരിക്കുന്ന സാധനങ്ങൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഭൂമിയുടെ കുറച്ച് പാർട്ടും കൂടെ ആഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പം കുറച്ച് ചെടികളും പുല്ലുകളാണ് ഇതിൽ വരയ്ക്കുന്നത്. ഓക്കെ, ഇത്രയാവുന്ന നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. ഇതുപോലെ ഡ്രോയിങ്സിനെ കുറിച്ചുള്ള ട്യൂട്ടോറിയൽ വീഡിയോസും ടിപ്സ് വീഡിയോസും നമ്മൾ വീണ്ടും നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.